മനസ്സിൽ വലിയ ബഹുമാനവും ആദരവും അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. സർവ മതക്കാരും അവരെ ബഹുമാനിക്കുന്നു, സ്വീകരിക്കുന്നു, സൗകര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കുന്നു. ആരാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ? ഓ മുസ്ലിമേ, മനസ്സിൽ ഓർമ്മ വേണം. യാ മുസർരിഫൽ ഖുലൂബ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ, യാ മുസർരിഫൽ ഖുലൂബ് യാ മുഖല്ലിബൽ ഖുലൂബ്. മനസ്സുകളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാവരുടെ മനസ്സിലും ഏത് ആശയങ്ങളും ഇട്ടുകൊടുക്കുന്നവൻ അല്ലാഹുവാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ഞാൻ ഇവിടെ വരണമെന്ന് എന്റെ മനസ്സിൽ ഉദ്ദേശം ഇട്ടുതരുന്നവൻ അല്ലാഹുവാണ്. ഇവിടെ വരണമെന്ന് നിങ്ങളെ മനസ്സിൽ ഇട്ടുതരുന്നവൻ അല്ലാഹുവാണ്. അതേ സമയത്ത് വേറെ ഒരു കാര്യത്തിന് പോകണ്ട എന്ന് തോന്നിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. എല്ലാം റബ്ബിന്റെ അധികാരത്തിലാണ്. തബാറക്കല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. സർവ വിഷയത്തിന്റെ അധികാരവും റബ്ബിന്റെ അടുക്കലാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ അധികാരവും റബ്ബിന്റെ അടുക്കലാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. സർവ വിഷയത്തിലെയും അധികാരം റബ്ബിന്റെ അടുക്കലാണ്. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. അല്ലാഹുവിന്റെ അധികാരത്തിലല്ലാതെ ഒരു ഭരണാധികാരിയുമില്ല, ഒരു പാർട്ടിക്കാരനുമില്ല, ഒരു മതക്കാരനുമില്ല, ഒരു മതമില്ലാത്തവനുമില്ല, ഒരു മുസ്ലിമുമില്ല, ഒരു അമുസ്ലിമുമില്ല, ഒരു വാദിയുമില്ല. എല്ലാവരും മനസ്സും അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒന്നും നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കാൻ തന്നെ കഴിയില്ല. പ്രവർത്തിക്കൽ പിന്നല്ലേ. മുഴുവനും അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീയിലിട്ടു. പക്ഷെ തീക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തീക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു രോമം പോലും കത്തിയില്ല. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഭരണാധികാരി, അല്ലെങ്കിൽ ധിക്കാരി, അല്ലെങ്കിൽ വ്യാജ നബി, എന്ത് അഡ്രസ് പറഞ്ഞാലും ശരി, അവൻ തീക്കുണ്ടാരത്തിലിട്ടു. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വസ്ത്രത്തിന്റെ നൂല് പോലും കത്തിയില്ല. തീന്റെ ഉള്ളിൽ 2 റകഅത്ത് നിസ്കരിച്ചു. യാതൊന്നും സംഭവിച്ചില്ല. സർവാധികാരമുള്ളവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിലാണ് ഖൽബ് ലയിക്കേണ്ടത്. ആ അല്ലാഹുവിനെയാണ് പ്രിയം വെക്കേണ്ടത്. അവന്റെ നിയമം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അവന്റെ നിയമം പൂർണ്ണമായും നീതിയാണ്. എല്ലാവരോടും നീതി, അനീതിയില്ല. ഒരു സ്ഥലത്തും അനീതിയില്ല. ഒരാളെ ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റളിയല്ലാഹു അൻഹു നീതി നടപ്പാക്കിയ ഭരണാധികാരിയാണ്. ഒരാളെ കൊന്നുപോയി. കൊന്ന കൊലയാളിയെ സ്വന്തം മക്കള് തന്നെ കയ്യോടെ പിടിച്ചു. കൊല നടന്നു പോയിട്ടുണ്ട്, കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം സ്വന്തം ബാപ്പയെയാണ് കൊന്നതെങ്കിലും കൊല്ലുന്ന സമയത്ത് കണ്ടാൽ അവന്റെ കൈ പിടിച്ച് വെച്ച് രക്ഷപ്പെടുത്താം, അവനെ പിടിക്കാം, അവന്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്താം, അവനുമായി പോരാട്ടം നടത്തി അവനെ തിരിച്ചയക്കാം. അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ അവൻ മരിച്ചു പോവുകയാണെങ്കിൽ ഉത്തരവാദി അവനാണ്, ഇപ്പുറത്തുള്ള ആളുകളല്ല. കൊല്ലുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടാൽ കൊന്നു കഴിഞ്ഞാലോ, കഴിഞ്ഞാൽ ബാപ്പയെയാണ് കൊന്നത്, മക്കളാണ്. മക്കൾ എന്ത് ചെയ്തു? പകരം കൊന്നില്ല. അതെന്ത്? പകരം കൊല്ലാൻ പാടില്ല. ബാപ്പയെ കൊന്നവനെ പകരം കൊല്ലാൻ
ഈ മക്കൾക്ക് പാടില്ല. പിന്നെ 5 ചെയ്യണം. ഇസ്ലാമിലെ നിയമമുണ്ട് അവിടെ. എന്താ നിയമം? കോടതിയിൽ ഹാജരാകണം. അദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ ഹാജരാക്കി. ഈ മക്കൾ പകരം കൊന്നിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? വിചാരണ ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് ഒരാൾ പറയുമ്പോഴേക്കും സ്വീകരിക്കല. ഇവര് വിചാരണ ചെയ്തിട്ടല്ലേ കോടതി തീരുമാനം പറയാം. എല്ലാ ഭാഗവും കേട്ടി സാക്ഷി വിസ്താരം നടത്തിയിട്ടല്ലേ. അല്ലെങ്കിൽ ഈ കൊന്നവൻ സമ്മതിക്കണം, ഞാൻ കൊന്നു സമ്മതിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു വിചാരണ ചെയ്തു. ഈ പ്രതി പറഞ്ഞു, ഞാൻ കൊന്നിട്ടുണ്ട്, ഇവരെ ബാപ്പയെ ഞാൻ കൊന്നിട്ടുണ്ട് എന്നവൻ സമ്മതിച്ചു. സമ്മതിച്ച സ്ഥിതിക്ക് അവനെ കൊല്ലാൻ വിധിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവനെ കൊല്ലാൻ വിധിച്ചു. അല്ലെങ്കിൽ പിന്നെ ഈ മക്കൾ മാപ്പ് കൊടുക്കണം. മക്കൾ മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. മാപ്പ് കൊടുത്താൽ അവിടെ ഇസ്ലാമിന്റെ നിയമം എന്താണ്? മാപ്പ് കൊടുക്കലാണ് പുണ്യം, പകരം കൊല്ലലല്ല പുണ്യം. മാപ്പ് കൊടുക്കലാണ് പുണ്യം. മാപ്പ് കൊടുക്കുന്നതാണ് പുണ്യം. അങ്ങനെ മാപ്പ് കൊടുത്താൽ അദ്ദേഹത്തെ കൊന്നതിന് പകരം 100 ഒട്ടകം പകരം നഷ്ടപരിഹാരമായി കൊടുക്കാൻ നിയമമുണ്ട്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മാപ്പ് കൊടുക്കാൻ മക്കൾ തയ്യാറല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊല്ലാൻ വിധിച്ചു. കൊല്ലാൻ വിധിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു, എന്നെ കൊല്ലുന്നതിന് എനിക്ക് തടസ്സം ഇല്ല, കൊന്നോളൂ, പക്ഷേ 3 ദിവസം എനിക്ക് അവധി തരണം. അത് എന്റെ ചെറിയ മക്കളുണ്ട്, ആ മക്കൾക്ക് ജീവിക്കാനുള്ള ധനം ഞാൻ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട്. അതെന്റെ നാട്ടിൽ പോയി എടുത്ത് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് നിങ്ങൾ എന്നെ കൊന്നോളൂ, ഞാൻ കുറ്റക്കാരനാണ്. ചോദിച്ചു, നിന്നെ ഇപ്പൊ അങ്ങനെ അങ്ങ് വിട്ടാ നീ തിരിച്ചു വന്നില്ല, എന്താ ചെയ്യാ? ഇന്നത്തതുപോലെ ഉള്ള ടവർ പരിശോധിച്ചിട്ട് ആളെ കണ്ടെത്താൻ കഴിയുന്ന കാലമൊന്നല്ല. എങ്ങനെ നീ തിരിച്ചു വന്നില്ല എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും തിരിച്ചു വരും, അങ്ങനെ വിടാൻ പറ്റില്ല, ഒരു ജാമ്യക്കാരൻ വേണം. ആരെങ്കിലും ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കോ? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ജാമ്യം കൊടുക്കാം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചു. 3 ദിവസം കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചു വരേണ്ട, കോടതിയിൽ ഹാജരാകേണ്ട സമയമായി. കോടതി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ വന്നു. എല്ലാരും വന്നു, പക്ഷേ പ്രതി മാത്രം വന്നില്ല. പ്രതി എത്തിയില്ല, കൊന്ന ആള് കൊലയാളി എത്തിയില്ല. അവസാനം കാത്ത് അവസാന നിമിഷം ഈ ജാമ്യത്തിൽ നിന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഓടിക്കതച്ച് വരുന്നുണ്ട് ആ പ്രതി. അദ്ദേഹം വന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ ഹാജരായി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നീ തിരിച്ചു വരാതെ അതേ പോക്ക് പോയെങ്കിൽ നിനക്ക് കൊലയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നോ, നീ എന്തിനു വന്നു? അദ്ദേഹം പറഞ്ഞു, ഖശീതു അൻ യുഖാല, ഞാൻ ഭയപ്പെട്ടു. എന്താണ് ഭയപ്പെട്ടത്? ആളുകളൊക്കെ പറയും. എന്ത് പറയും? ദഹബ അഹ്ലുൽ വഫാഇ ബിൽ അഹദ്, കരാർ പാലിക്കുന്ന ഒരൊറ്റ മനുഷ്യനും ഇപ്പോൾ ഇല്ല. മുസ്ലിം ഉമ്മത്ത് മുഴുവനും കരാർ ലംഘിക്കുന്നവരായി എന്ന് ആളുകൾ പറയും. അത് എന്റെ സമുദായത്തിന് ഭീഷണിയാണ്, എന്റെ സമുദായത്തിന് നാണക്കേടാണ്. ഞാനൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്റെ സമുദായം മൊത്തം പ്രതികൂട്ടിലാകും. അതുകൊണ്ട് ഞാൻ എന്റെ തല പോയാലും തരക്കേടില്ല, ചെയ്ത തെറ്റിന് വേണ്ടിയുള്ള ശിക്ഷയല്ലേ, അതിനാൽ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂദർ ഗിഫാരി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോ? അബൂദർ ഗിഫാരി തങ്ങൾ പറഞ്ഞു, എനിക്ക് പരിചയമില്ല. പരിചയമില്ലാത്ത ആൾക്ക് നിങ്ങൾ എങ്ങനെ ജാമ്യം കൊടുത്തു? നിങ്ങൾ കൊടുക്കൂലേ? അബൂദർ ഗിഫാരി തങ്ങൾ പറഞ്ഞു, ഖശീതു അൻ യുഖാല,
ഞാൻ ഭയപ്പെട്ടു ജനങ്ങൾ മുഴുവനും പറയൂലേ ലഹബ അഖിലുൽ മുറുവതി വൽ കറം, ലോകത്ത് ഇപ്പോൾ മാന്യതയുള്ള വ്യക്തിത്വമുള്ള ഒരാൾ കുടുങ്ങിയാൽ അയാൾക്കൊരു ജാമ്യം കൊടുക്കാനെങ്കിലും തയ്യാറാകുന്ന മാന്യന്മാരാരും ഇപ്പോൾ ലോകത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സമുദായത്തിനൊരു കുറവല്ലേ? അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. നമ്മൾ ഒട്ടാകെ സംസ്കാരം പോയി ഇന്ന് വരാൻ പറ്റൂല. അപ്പോൾ ഇത് രണ്ടും കേട്ടപ്പോൾ കൊല്ലപ്പെട്ട പിതാവിന്റെ മക്കൾ അവര് പറഞ്ഞു